പോലീസ് അതങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ടും നമ്മുടെ പൊറോട്ടയും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു ചെറിയൊരു ചിക്കൻ നാടൻ പെരട്ട്, അതായത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചിക്കൻ നാടൻ പെരട്ട്. അപ്പോൾ എന്താണ് അതിന് വേണ്ട കാര്യങ്ങളെന്നൊക്കെ ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞുതരാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കാരണം മറന്നു പോയത് എല്ലാവരും ട്രൈ ചെയ്യണം. ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഉള്ളി ചെറുങ്ങനെ അരിയണം, കൊത്തി അരിഞ്ഞ ഉള്ളി അരിക്കണം, അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞ് തക്കാളി അരിക്കണം. പിന്നെ പൊടികളാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം 1 ടീസ്പൂൺ മതി കേട്ടോ. അതുപോലെ കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാം, നല്ല അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പേസ്റ്റാണ്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് അത്. പിന്നെ നമ്മൾ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ അതുപോലെ തന്നെ ഈ ചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല മൺചട്ടിയാണ്, അടിപൊളി മൺചട്ടിയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ആദ്യം ഇതിനകത്തേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാധനങ്ങൾ മൊത്തത്തിൽ ഇടണം. ഒരു 2 സ്പൂണ് മതിയാവും കേട്ടോ, മതി, ഇത്രയോ വേണ്ട. പിന്നെ അതുപോലെ തന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം കുറച്ച് ഓയിൽ ഒഴിക്കണം. നല്ലവണ്ണം ഇത് ചെയ്യണം. ഇത് ഞാൻ ഗ്ലൗസ് ഇട്ടതേ കയ്യിൽ ചെറിയ പ്രശ്നങ്ങൾ വരും, അതുകൊണ്ടാണ് നല്ലോണം തിരുമ്മി കൊടുക്കണം. ഈ തിരുമ്മതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു 2 സ്പൂണ് തൈര് കൂടി 2 സ്പൂണ് കട്ട തൈര് മതി. നല്ല മസാലയൊക്കെ അതിനിങ്ങനെ പിടിച്ച് റെഡിയാകണം. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഇതിങ്ങനെ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തീ കൊടുക്കാം അടിയിൽ. അപ്പോൾ ഗൈസ്, ഇത് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ ആയിട്ടുണ്ട് ഇത് തിരുമ്മി വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ തീ കൊടുക്കാം. ആദ്യം കുറച്ച് നല്ലോണം തീ കൊടുക്കണം. അത് കഴിഞ്ഞ് തീ കുറച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പം നല്ലവണ്ണം ഇതിന് പറ്റുന്ന ഒരു മൂടി, ഇതിന് പറ്റുന്ന ഒരു മൂടിയാണ്, ചെറുങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി നല്ലവണ്ണം ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊണ്ടുകൊടുക്കണം. പ്ലീസ്. അപ്പോൾ ഇത് കുറച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലീസ്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ചിക്കനിലൊന്ന് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ചിക്കനും. പിന്നെ അതുപോലെ തീ പിടിക്കുക, തീ കുറച്ച് കുറക്കാം. ഇതിങ്ങനെ സെറ്റായി വരുന്നുണ്ട് ഇപ്പോൾ. കളർ കണ്ട, കളറൊക്കെ അടിപൊളിയല്ലേ. പ്ലീസ്. അപ്പോൾ നമ്മളെ ചിക്കൻ പെരട്ടിൻ്റെ വെള്ളമൊക്കെ ഏകദേശം കുറഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്, അടിപൊളിയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഉറ്റിച്ച് കൊടുക്കണം. പക്ഷേ ഈ വെളിച്ചെണ്ണ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ നമ്മൾ ഉറ്റിക്കാത്തത്. വെളിച്ചെണ്ണ ഉറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ആ വെളിച്ചെണ്ണേൻ്റെ ആ മണമൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളെ ചിക്കൻ പെരട്ടും പിന്നെ അതുപോലെ തന്നെ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ ഈസിയാണ്, ഈ കുക്കിംഗ് വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നല്ല പൊറോട്ടയുണ്ട്, ചൂട് പൊറോട്ടയാണ്. ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഒരു പീസ് ചിക്കൻ എടുക്കാം. പിന്നെ വെളിച്ചെണ്ണേൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ.
വേറെ ലെവലാ. എരിവൊക്കെ കറക്റ്റാണ്. പിന്നെ വെളിച്ചെണ്ണ അതിൻ്റെ ഒരു സ്മെല്ല് കുറവുണ്ട്. വെളിച്ചെണ്ണയും കൂടി ഉണ്ടെങ്കിൽ ടോപ്പായേനെ. ചെറിയ വെളിച്ചെണ്ണ കിട്ടാനില്ല, അതുകൊണ്ടാണ്. വെളിച്ചെണ്ണ ഇല്ല, തീർന്നു പോയതാ.